സമയത്തെക്കുറിച്ച് പറയുമ്പോൾ എല്ലാ മനുഷ്യരുടെയും അല്ലേ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണ് സമയം. സമയമില്ലെങ്കിൽ എല്ലാം മാറി മറിഞ്ഞു പോകും അല്ലേ. സമയത്തിന് ഒരു ജീവൻ്റെ വിലയുണ്ട്. അത്ര പ്രാധാന്യമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സമയത്തിനുള്ളത് അല്ലേ. നമ്മൾ ജനിക്കുന്ന സമയം തൊട്ട് മരിക്കുന്ന സമയം വരെ അല്ലേ എല്ലാം സമയത്തിൽ അടിസ്ഥാനമാക്കി. കുഞ്ഞ് ജനിച്ചത് സമയം, ഇന്ന സമയത്ത്. ഒരാൾ മരിച്ചാൽ ഇന്ന സമയത്താണ് മരിച്ചത് അല്ലേ. അങ്ങനെ എല്ലാമായിട്ടും ഈ സമയത്തിന് ബന്ധമുണ്ട്. ഇപ്പോൾ എൻ്റെ സമയം വളരെ മോശമാണ്, അതുകൊണ്ട് എന്ത് ചെയ്താലും മോശമായിട്ടേ സംഭവിക്കുന്നുള്ളൂ. ചിലപ്പോൾ പറയും, ഇപ്പോൾ എൻ്റെ നല്ല സമയമാണ്, അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ഏതായാലും പോകുന്നുണ്ട്. വിചാരിക്കാതെ പൈസ വന്ന് ചേർന്ന്, ജോലി കിട്ടി, വിവാഹം കഴിഞ്ഞു, കുഞ്ഞുണ്ടായി, അങ്ങനെയൊക്കെ ഓരോ ആൾക്കാരും സമയത്തെക്കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ഓരോ വ്യക്തിക്കും അവരുടെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് ഈ സമയം നല്ലതായും വരാം, മോശമായും വരാം. യഥാർത്ഥത്തിൽ നല്ല സമയം, മോശം സമയം എന്നുണ്ടോ? അത് ഓരോരുത്തരുടെയും വിശ്വാസത്തിന് അടിസ്ഥാനമാക്കി മാത്രമേ പറയാൻ പറ്റുള്ളൂ അല്ലേ. മോശം സംഭവിക്കുമ്പോൾ നമ്മൾ പറയും മോശം സമയമാണ്, നല്ലത് സംഭവിക്കുമ്പോൾ നല്ല സമയം എന്ന് പറയും. പിന്നെ ഇതൊക്കെ കുറേ വിശ്വാസങ്ങളുടെ ഭാഗമായിട്ട് അങ്ങനെ പറയുന്നവരും ഉണ്ട്. അതിൽ നമുക്ക് കൂടുതൽ പറയാൻ പറ്റില്ല. അതൊക്കെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള തീരുമാനങ്ങളാണ് ആ രീതിയിൽ ചിന്തിക്കാനൊക്കെ പ്രേരിപ്പിക്കുന്നത്. അതെന്ത് പോയിക്കൊള്ളട്ടെ. പക്ഷേ ഒരു സമയം പാലിക്കുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ഇപ്പം ഏത് പ്രായത്തിലുള്ള കുഞ്ഞു കുട്ടികൾ അവർ ഒരു വയസ്സ് കഴിയുമ്പോൾ പതുക്കെ അവർ ശീലങ്ങളൊക്കെ നമ്മൾ നൽകി തുടങ്ങില്ലേ. ഒരു 2 വയസ്സൊക്കെ ആകുമ്പോഴേക്കും അവർ ഏകദേശം ഇന്ന സമയത്ത് എഴുന്നേൽക്കാനും ഇന്ന സമയമാകുമ്പോൾ ഉറങ്ങാനും ശീലിക്കുന്ന സമയം 2 വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അവർക്ക് ആ ഒരു സമയത്ത് എഴുന്നേൽക്കാനും ഉറങ്ങാനുമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. കാരണം കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവർക്കത് അറിയില്ല, ഇതെപ്പോൾ എണീക്കുക ഇതൊന്നും അറിയില്ല. അപ്പം നമ്മളവരെ ആ ഒരു ശീലത്തിലേക്ക് കൊണ്ടുവരിക. മിക്ക മാതാപിതാക്കളും അതിന് ശ്രമിക്കാറുണ്ട്. പ്രത്യേകിച്ചും താമസിച്ച് എഴുന്നേൽക്കുന്നവരും താമസിച്ച് കിടക്കുന്നവരും ഒക്കെ ആയിട്ടുള്ള എന്നെപ്പോലെ എൻ്റെ കുഞ്ഞാവരുത് എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ കൂടുതലും ഈ കുട്ടികളുടെ പിന്നെ ഉറക്കത്തിൻ്റെ സമയമായാലും എഴുന്നേൽക്കുന്നതിൻ്റെ സമയമായാലും ക്ലിയർ ചെയ്യാറുണ്ട്. ചില അല്ലാത്തവരും ഉണ്ട്, എങ്ങനെ ആയിക്കോട്ടെ. അപ്പം നമ്മളൊരു സമയം അതിൽ കൃത്യത പാലിക്കാനായിട്ട് ശ്രമിക്കും. ചിലരുണ്ട് എത്ര കറക്റ്റ് സമയം പറയും, 10 മണിയെന്ന് പറഞ്ഞാലും അവർ റെഡിയായി വരുമ്പോൾ എന്തായാലും 10 മണി കഴിയും, ചിലപ്പോൾ 10:15 10:30. പക്ഷെ ചില വ്യക്തികളുണ്ട് 10 എന്ന മണി അടിച്ചാൽ ആ സ്ഥലത്ത് അവർ കാണും, പറയുന്ന സ്ഥലത്ത് അവരെത്തിയിരിക്കും. 10 മണിക്ക് വന്നാൽ കറക്റ്റ് 10 മണിക്ക് അവരവിടെ വന്നിരിക്കും. അതാണ് കൃത്യനിഷ്ഠ എന്നൊക്കെ പറയത്തില്ലേ. അത് നല്ലൊരു കാര്യമാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ് കൃത്യനിഷ്ഠ എന്ന് പറയുന്നത്. അപ്പം ചിലർ പറയും അത് എന്നെക്കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറയും. അത് വെറുതെ പറയുന്നത്, വിചാരിച്ച് നടക്കാത്ത കാര്യമില്ല. ഇപ്പോൾ ഒരാൾ പറയുകയാണ് നാളെ 10 മണിക്ക് ഇന്ന സ്ഥലത്ത് വന്നാൽ നിങ്ങൾക്ക് 1,00,000 രൂപ തരുന്നതായിരിക്കും എന്ന് പറഞ്ഞേ, ഈ കൃത്യനിഷ്ഠ ഇല്ലാത്ത വ്യക്തികളായിരിക്കും അവിടെ ആദ്യം കറക്റ്റ് ടൈമിലെത്തുക. ഈ എഴുന്നേക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ തലേ ദിവസം അവിടെ പോയി കിടന്നിട്ട് രാവിലെ കുളിച്ചില്ലെങ്കിലും ചെന്ന് അവിടെ പോയി നിൽക്കുക. ആ ഒരു മൈൻഡുള്ളവരാണ്. അതാണ് നമ്മുടെ മനസ്സ്. കറക്റ്റല്ലേ? കിട്ടുമെന്ന് പറഞ്ഞാൽ അങ്ങനെ പോകും. അതാണ് പണത്തിൻ്റെ വിലയും. അപ്പം നമ്മളങ്ങനെ ആ ഒരു സമയത്ത് നമ്മൾ ചെയ്തിരിക്കും അല്ലേ. അതാണ് നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ നടക്കും. നമ്മൾ ചെറുതായിട്ടൊന്ന് പുറകോട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ആ കൃത്യത പാലിക്കാൻ നമുക്ക് പലപ്പോഴും കഴിയാതെ പോകുന്നത്. നമ്മളൊരാൾ ചിലപ്പോൾ കൃത്യസമയത്ത് കാര്യങ്ങൾ കൃത്യമായി ചെയ്തില്ലെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഒരുപക്ഷെ നമ്മളെ ആയിരിക്കില്ല, മറ്റേതെങ്കിലും ഒരു വ്യക്തിയായിരിക്കും മോശമായി ബാധിക്കുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. നിങ്ങൾ ആ ഒരു സമയം പാഴാക്കിയാൽ നിങ്ങൾക്ക് മാത്രമേ പ്രശ്നം ഉണ്ടാവുള്ളൂ എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ
ഒരു നിമിഷം പാഴാക്കിയാൽ മറ്റൊരാൾക്ക് അത് ദോഷകരമായി വരും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ശ്രദ്ധിക്കണം. ആ കൃത്യത പാലിക്കുക തന്നെ വേണം. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അപ്പം നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക കൃത്യത പാലിക്കാൻ, പ്രത്യേകിച്ച് നമ്മളുടെ ജോലിയുടെ ഭാഗമാകുമ്പോൾ അല്ലേ. ജോലി സമയത്ത് കറക്റ്റ് സമയത്ത് ചെല്ലുക എന്നുള്ളത്. എനിക്ക് അറിയാവുന്ന കുറേ സുഹൃത്തുക്കളുണ്ട്, വർക്ക് ചെയ്യുന്ന ഗവൺമെൻറ് എംപ്ലോയീസ് ആയിട്ടുള്ള. അവർ 5 മണി ഓഫീസ് ടൈം ആയാലും അത് കഴിഞ്ഞും ചിലപ്പം രാത്രി വൈകി വരെയും ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. ഞാൻ ചോദിക്കുക, നിങ്ങൾക്ക് വീട്ടിലൊന്നും പോകണ്ടേ? ഇത്ര സമയമായില്ലേ? ചിലപ്പോൾ വിളിക്കുമ്പോൾ പറയും ഓഫീസിൽ ഇറങ്ങിയില്ല എന്ന് പറയും. അപ്പോൾ അതെന്താണ്, കൃത്യമായിട്ട് അത് ഇപ്പോഴത്തെ കുറേ ആളുകൾ അങ്ങനെയൊക്കെ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ ഒരു നല്ല കാര്യമാണ്. അതൊക്കെ അങ്ങനെയുള്ള ആളുകളൊക്കെ വരട്ടെ. അത് ഗവൺമെൻറ് ജോലി എന്നല്ല, ഏത് ജോലിയുടെ കാര്യത്തിലായാലും എല്ലാ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അത് നമുക്ക് ചിന്തിച്ചാൽ നന്നായിട്ട് മനസ്സിലാവും. നമ്മൾ ചെറിയൊരു ജോലി ചെയ്യുന്നെങ്കിൽ ആ ജോലിയുടെ ഫലം ചിലപ്പോൾ നമ്മുടെ സമൂഹത്തിന് മൊത്തത്തിൽ ലഭിക്കും. അപ്പോൾ എല്ലാ ജോലിക്കും പ്രാധാന്യമുണ്ട്. അപ്പോൾ സമയം കറക്റ്റായിട്ട് പാലിച്ചു പോകാൻ എല്ലാവരും ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും നല്ലത്. ഓക്കെ, അപ്പം സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരും അത് ഒന്ന് സമയം പോലെ ചെയ്തേക്കണേ.